ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ സമൂസയാണ്. അപ്പോൾ ആ ചിക്കൻ സമൂസ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും. ഇനി നമുക്ക് സമൂസയുടെ തീൻ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള എന്തെല്ലാമെന്ന് നോക്കാം. ഞാൻ അതിൻ്റെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചിക്കനാണ്. അതേപോലെ തന്നെ ഒരു 150 ഗ്രാം ഒണിയൻ, അതേപോലെ ഒരു 4 പീസ് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പീസ് ഗാർലിക്ക്. ഈ ഗാർലിക്ക്, ജിഞ്ചർ, അതേപോലെ തന്നെ പച്ചമുളക് എല്ലാം കൂടിയും ഗ്രൈൻഡറിൽ അരച്ചതാണ്. ഇനി മറ്റുള്ള മസാലകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ചിക്കൻ ബോയിൽ ചെയ്ത് മാറ്റി വെച്ച് ബോൺലെസ് ചെയ്തതാണിത്. 1/2 കിലോ ചിക്കനാണ്. അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് ബോയിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ ബോൺലെസ് ചെയ്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്തത് ഇതിലേക്ക് ഒണിയനും അതേപോലെ നമ്മുടെ ജിഞ്ചർ പേസ്റ്റ് ഇതെല്ലാം വഴറ്റിയെടുത്തത്. അത് കൂടുതലായിട്ട് ഫ്രൈ ആവാതെ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതിലേക്ക് നമ്മുടെ ചിക്കനും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ സാൾട്ട്. ഒരു എരിവ് വേണ്ടവർക്ക് അതിൻ്റെ രീതിയിൽ എരിവ് ചേർക്കാവുന്നതാണ്. അതേപോലെ കുരുമുളക്, അതേപോലെ മല്ലിയില, കരിവേപ്പില. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്ത ഒരു തീനാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ തീന നിറയ്ക്കാൻ പോകുന്ന സമയത്താണ് മല്ലിയില ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സമൂസയുടെ തീന റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീന നിറയ്ക്കാനുള്ള ഷീറ്റിന് വേണ്ടി എങ്ങനെയാണ് മാവ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോ മൈദയിലേക്ക് ഒരു 100 ഗ്രാം ആട്ടയും പാകത്തിനുള്ള സാൾട്ടും വെള്ളവും മാത്രമാണ്. അപ്പോൾ അത് നല്ലതുപോലെ ചപ്പാത്തിക്കൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റിൽ അത് കുഴച്ച് റെഡിയാക്കി വെക്കണം. അത് നമ്മൾ കുറച്ച് നേരത്തെ റെഡിയാക്കി വെക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചാൽ തന്നെ അതൊന്ന് നല്ലതുപോലെ മൂടി വെക്കുകയും വേണം, അല്ലെങ്കിൽ അത് പുറമെ ഡ്രൈ ആകാൻ സാധ്യതയുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമൂസയുടെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതേപോലെ എല്ലാവരും ഇത് ട്രൈ ചെയ്യുകയും വേണം. അപ്പോൾ നമ്മുടെ സമൂസയുടെ ഷീറ്റിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ചെറിയ ബൗളുകളാക്കിയിട്ട് മാറ്റിയിട്ട് വളരെ നൈസിൽ പരത്തി മാറ്റി വെക്കണം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സമൂസയാണ് റെഡിയാക്കി വെക്കുന്നത്. ഓരോരുത്തർക്കും ചെറിയ ചെറിയ സമൂസയും റെഡിയാക്കുവാൻ ഇതേ മാവ് തന്നെയാണ്. അതിന് ചെറിയ ബൗളിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്താൽ മതി. ഞാനിത് അത്യാവശ്യം വലിപ്പമുള്ള സമൂസയാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനെ ഒരു ബൗളിനെ നല്ലതുപോലെ പരത്തിയതിന് ശേഷം 4 പീസാക്കി കട്ട് ചെയ്തിട്ടാണ് മാറ്റി വെച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിനെ ഇനി ഓരോ പീസിലും നമുക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു സമൂസയുടെ തീന റെഡിയാക്കി കഴിഞ്ഞ് അത് ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ അതിൽ മല്ലിയില ചേർത്തിട്ടുള്ളത്. മല്ലിയില ഞാൻ ചേർത്തു. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഓരോ നേരത്തെ മുറിച്ച് വെച്ച ഓരോ പീസിലും ഇത് ഫില്ല് ചെയ്ത് സമൂസയാക്കി മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ പീസിലും ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഫില്ലിങ് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ അതിനെ കോണാക്കിയിട്ടാണ് ഇതേപോലെ ഫില്ല് ചെയ്യുന്നത്. അതുപോലെ ഫില്ല് ചെയ്ത് നിങ്ങൾ കാണുന്നത് പോലെ 2 ഭാഗത്തേക്ക് മടക്കിയതിന് ശേഷം നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് അതിൽ തീന നിറയ്ക്കുന്നു. എന്നിട്ട് 2 ഭാഗവും ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ എളുപ്പമാണ് ഇത് ഫില്ല് ചെയ്യുന്നതെല്ലാം നിങ്ങൾ കാണുന്നത് പോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അതേപോലെ ഇത് ഫില്ല് ചെയ്ത് ഇത് ഒട്ടിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് വേറെ മൈദയുടെ പശയൊന്നും തയ്യാറാക്കേണ്ടതില്ല. ഇതിൽ തന്നെയാണിത് പ്രസ് ചെയ്തിട്ട് നമ്മുടെ സമൂസ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ സമൂസ ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ സമൂസയുടെ റെസിപ്പി. വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്യുകയും നിങ്ങൾ അറിയിക്കുകയും ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമാകും.
ചിക്കൻ സമൂസ. നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളിത് ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.